അപ്പോൾ ഒട്ടുമിക്ക ബാഴ്സ ഫാൻസ് ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഫെറാൻ ടോറസ് വീണ്ടും ഇഞ്ചോർഡായി. ഈ ഒരു സീസണിൽ ഇത് രണ്ടാമത്തെ തവണയാണ് പ്ലെയർ ഇഞ്ചോർഡ് ആവുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഇഞ്ചുറി കാരണം പ്ലെയർ ഏകദേശം 3 ആഴ്ചത്തേക്ക് പുറത്തേക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ പ്ലെയറിന് കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 32 നഷ്ടമാകുന്നുണ്ട്. അതേപോലെ തന്നെ സൂപ്പർ കപ്പും നഷ്ടമാകുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ മാച്ചിൽ പോലും പ്ലെയർ അവൈലബിൾ ആവത്തില്ല എന്നാണ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഫെറാൻ ടോറസിൻ്റെ ഈ ഒരു ഇഞ്ചുറി കാരണം വേറൊരു പ്ലെയറിനൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വേറെ ആരല്ല, ഡാനി റോഡ്രിഗസ്. കാരണം നിലവിലുള്ള ബാസയുടെ അറ്റാക്കിൽ ലെമീൻ യമാൽ ഇഞ്ചോർഡാണ്, അതേപോലെ തന്നെ ഫെറാൻ ടോറസ് ഇഞ്ചോർഡാണ്. അപ്പോൾ ഡെപ്ത് നല്ല രീതിയിൽ കുറയുന്നുണ്ട് അറ്റാക്കിൽ. അപ്പോൾ ഡാനി റോഡ്രിഗസിൻ്റെ ഒരു വരവ് ഉടനെ ഉണ്ടാവും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് കാണുന്നത്. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചില ആൾക്കാർക്ക് എതിർപ്പ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു ടൈം പ്ലെയറിൻ്റെ റൈറ്റ് ടൈമാണ്. പ്ലെയർ വരാണെങ്കിൽ, അതായത് ഹാൻസി ഫ്ലിക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലെയറെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലെയറെ ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. ആൻഡ് പ്ലെയർ ആണെങ്കിൽ ലെഫ്റ്റ് വിങ് റോളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു താരം കൂടിയാണ്. അപ്പോൾ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ ഡാനി റോഡ്രിഗസിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്സൊക്കെ പറയുന്നത്. നടന്നാൽ നല്ലത്. പിന്നെ ചില ഫാൻസിൻ്റെ ഇടയിലുള്ള തിയറീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫെറാൻ്റെ ഇഞ്ചുറി ഫേക്ക് ആണെന്നും, അതേപോലെ തന്നെ ഈ ഒരു ഡാനി ഓൾമോയുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ല റിയാലിറ്റി. ഫെറാൻ ടോറസിൻ്റെ ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഇഞ്ചുറിയാണ്. അതായത് ജനുവരി മിഡ് വീക്ക് ആകുമ്പോഴേക്കും പ്ലെയർ അവൈലബിൾ ആവുന്നുണ്ട്. പക്ഷെ അതേ പ്ലെയർ ഇപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഇഞ്ചോർഡ് ആവുകയാണെങ്കിൽ മാത്രമേ ലാലിഗയുടെ ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് ഈ ഒരു ഡാനിയൽ ഓൾമോ രജിസ്ട്രേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം ഇഞ്ചുറിക്കൊന്നും ഈ ഒരു ഡാനിയൽ ഓൾമോ രജിസ്ട്രേഷനൊന്നും നടത്താൻ സാധിക്കത്തില്ല എന്നതാണ് ഒരു റിയാലിറ്റി. ഇനി പറയാനുള്ളത് ഡാനി ഓൾമോ പവർ വിക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെയും ലാലിഗ രജിസ്ട്രേഷൻ ഈ കഴിഞ്ഞ സമ്മറിൽ ബാസ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വെറും 6 മാസമാണ്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാസ വീണ്ടും ഈ രണ്ട് താരങ്ങളുടെയും രജിസ്ട്രേഷൻ നടത്തേണ്ടി വരും. ഇതിൻ്റെ മെയിൻ കാരണം ഈ സീസൺ തുടക്കത്തിൽ ക്രിസ്റ്റ്യൻസൺ ഇഞ്ചുർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇഞ്ചുറി കാരണം പ്ലെയറിൻ്റെ സ്ലോട്ടിലേക്ക് നമ്മുടെ ഡാനി ഓൾമോനെയും അതേപോലെ തന്നെ പാവ വിക്ടറിനെയും ബാസ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ രണ്ട് താരങ്ങൾക്കും ഈ ഒരു ഡിസംബർ വരെ കളിക്കാൻ സാധിച്ചത്. പക്ഷേ ജനുവരി മുതൽ ഉള്ള മാച്ചിലൊക്കെ പ്ലെയർ പങ്കെടുക്കണമെങ്കിൽ ബാസ് വേറെ എവിടെന്നെങ്കിലും ഫണ്ട് കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ പ്ലേയേഴ്സിന് ഇനി അങ്ങോട്ടുള്ള മാച്ചസ് കളിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ബാസ് എന്തെങ്കിലും ഡിലേ കാര്യങ്ങൾ വരുത്തുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ജനുവരി മിഡ് വീക്കിലാണ് ഈ ഒരു ഡാനിയൽമോ പവർ വിക്ടർ രജിസ്ട്രേഷൻ ബാസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആ ഒരു മിഡ് വീക്കിന് ശേഷമുള്ള മാച്ചസിൽ മാത്രമേ പ്ലെയറിന് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയെല്ലാ മാച്ചസും അവരുടെ കയ്യിൽ നിന്നും പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ സീസണിൻ്റെ തുടക്കത്തിൽ ലാലിഗ ബാസ് ഇൻഫോം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫണ്ട് കണ്ടെത്തുകയാണെങ്കിൽ ഈ വരുന്ന വിൻ്ററിൽ ഈ ഒരു ഡാനിയൽമോ പവർ വിക്ടർ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുമെന്നായിരുന്നു ലാലിഗയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണ് ബാസ് അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് ഈ ഒരു നൈക്കായിട്ട് ഒരു ഡീലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു നൈക്ക് ഡീൽ വെച്ചിട്ട് തന്നെ ഡാനിയൽമോ പവർ വിക്ടർ രജിസ്ട്രേഷൻ ബാസ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നടത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ ലാലിഗ പറയുന്നത് അത് പറ്റത്തില്ല എന്നാണ്. അതായത് ഈ ഫണ്ട് വെച്ചിട്ട് ഒരിക്കലും ഈ രണ്ട് താരങ്ങളുടെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റത്തില്ല. പകരം വേറെ ഏതെങ്കിലും ഒരു ഫണ്ട് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ ലാലിഗ നമ്മുടെ ബാസ ബോർഡിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മാസം കൊണ്ട് ഇത്രയും വലിയൊരു ചേഞ്ച് ലാലിഗയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്ലറ്റിക് മാഡ്രിഡ്, അത്ലറ്റിക് ബിൽബാവോ അതേപോലെ തന്നെ സെവിയ, ഈ 3 ക്ലബിൻ്റെ പ്രഷർ കൊണ്ടാണ്. അതായത് ഈ 3 ക്ലബ്സും പറഞ്ഞിട്ടുള്ളത് ഈ ബാസ നൈറ്റ് ഡീൽ വഴി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഡാനി ഓൾമോ പവർ വിക്ടർ രജിസ്ട്രേഷൻ നടത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ ആ ഒരു പ്രഷറിൽ പുറത്താണ് ഡാനി ഓൾമോ പവർ വിക്ടർ എന്നീ താരങ്ങളുടെ രജിസ്ട്രേഷൻ നടത്താൻ ലാലിഗ സമ്മതിക്കാത്തത്. അപ്പോൾ ലാലിഗയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ ഒരു മാറ്റം കാരണം ബാസ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ലാലിഗയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വിധി ഈ വരുന്ന ഡിസംബർ 27-ാം തീയതി വരുമെന്നാണ് റീസെൻറ്റ് റിപ്പോർട്ട്സും അതേപോലെ തന്നെ ജോൺ ലപ്പോർട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 27-ാം തീയതി ബാസക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ നൈക്കിൻ്റെ എമൗണ്ട് വെച്ചിട്ട് ഡാനി ഓൾമോ പവർ വിക്ടർ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. ഇനി അങ്ങനെ നടത്താൻ ഈ ഒരു കോടതി സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ ബാസക്ക് വേറെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് നടത്തിയിട്ട് ഡാനി ഓൾമോ പവർ വിക്ടർ രജിസ്ട്രേഷൻ നടത്തുക എന്നതാണ്. അതായത് എരിക് ഗാർസിയോ അല്ലെങ്കിൽ അൻസു ഫാറ്റി തുടങ്ങിയ താരങ്ങളുടെ എക്സിറ്റ് നടത്തിയിട്ട്. പിന്നെയുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പ് നൗവിൽ VIP സീറ്റ് അടുത്തൊരു 20 വർഷത്തേക്ക് ഒരു ഖത്തർ ബേസ്ഡ് കമ്പനിക്ക് നൽകും. അപ്പോൾ അതിലൂടെ ബാസക്ക് ഏകദേശം 200 മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ടാണ് ജനറേറ്റ് ആവുന്നത്. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഡാനി ഓൾമോ അതേപോലെ തന്നെ പവർ വിക്ടർ രജിസ്ട്രേഷൻ ബാസക്ക് നടത്താൻ സാധിക്കും. അത് മാത്രമല്ല ബാസക്ക് ഈസി ആയിട്ട് 1:1 റൂളിലേക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഖത്തർ ബേസ്ഡ് കമ്പനിയായിട്ട് ബാസ അത്യാവശ്യം നല്ലൊരു ടൈപ്പിലായതുകൊണ്ട് ഇപ്പോൾ ഈ വരുന്ന ഡിസംബർ 27-ാം തീയതി വരുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും
ആ ഒരു ഡീൽ പെട്ടെന്ന് ഫൈനലൈസ് ചെയ്തിട്ട് ഡാനിയൽ പൗൾ വിക്ടർ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്നാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ലാലിഗ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം റോങ് ആണെന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് മറ്റു പല ക്ലബ്സ് പ്രഷർ ചെയ്തതിൻ്റെ പേരിൽ ഡിസിഷനിൽ ചേഞ്ചസ് വരുത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് മതിയ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.